അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് നേരെ മണ്ണാർക്കാട് പോകുന്ന മെയിൻ ഹൈവേ റോഡ് ഉണ്ടല്ലോ, നമ്മുടെ പാലക്കാട് ടു കാലിക്കറ്റ് ഹൈവേ. ഈ ഹൈവേയിൽ നമ്മുടെ മുണ്ടൂര് കഴിഞ്ഞിട്ട് കല്ലടിക്കോട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വേലിക്കാട് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഹൈവേ റൂട്ടിൽ നിന്ന്, അതായത് ഈ കാണുന്ന ഒരു 3 വീട് കാണുന്നുണ്ടല്ലോ, ഈ ഒരു 3 വീടിന് അപ്പുറത്താണ് നമ്മുടെ മെയിൻ ഹൈവേ റോഡ് വരുന്നത്. ബസ് സ്റ്റോപ്പ്, ഹോസ്പിറ്റൽ, സ്കൂള്, പള്ളി, മർസ, അമ്പലം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഹൈവേ റോഡാണ് ആ കാണുന്നത്. ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നമുക്കൊരു 5 മീറ്റർ നല്ല വൈഡുള്ള റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് എന്താണ് നമുക്ക് ശ്രദ്ധിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ സൗണ്ട് വരെ സുഖമായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അത്രയും അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഒരു 85 സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഇതാണ് നമ്മുടെ എൻട്രൻസ്. അതായത് മെയിൻ ആ പോകുന്ന റോട്ടിൽ നിന്ന് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇതുവരെ ഒരു 6 മീറ്ററിൻ്റെ റോഡ് നേരെ ഫ്രണ്ടിൽ, ഇത് നേരെ കയറി വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണോ ഈ കാണുന്ന ഒരു 85 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇതൊരു എൻട്രൻസ് നേരെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് സ്ക്വയർ ആയിട്ട് ആ വീടിൻ്റെ ഒരു കോമ്പൗണ്ട് വരും. അതുപോലെ ബാക്ക് സൈഡിൽ ഒരു വീടിൻ്റെ കോമ്പൗണ്ടാണ്, ഈ സൈഡ് ഒരു വീടിൻ്റെ കോമ്പൗണ്ടാണ്, ഈ ഒരു സൈഡ് വീടിൻ്റെ കോമ്പൗണ്ട്. അതായത് 4 സൈഡിലും ഓരോ വീടുകളുടെ കോമ്പൗണ്ടാണ് വരുന്നത്. അതായത് ഈ ഭാഗത്തൊന്നും തന്നെ ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ല കേട്ടോ. അതുപോലെ തന്നെ വന്യമൃഗ പ്രശ്നങ്ങളില്ല, ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല. അതുപോലെ തന്നെ ഏത് നേരത്തെ നമുക്ക് വരാനും പോകാനും ഒക്കെ സൗകര്യങ്ങളുള്ളതാണ്. 24 മണിക്കൂറും ബസ് സർവീസ് ഉള്ളൊരു റോഡ് ആക്സസ് ആണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിലോ കാറ്റഗറി ഒന്നും അല്ല, അത് പക്ക പറമ്പ് കാറ്റഗറി കിടക്കുന്ന ഭൂമിയാണ് ഈ 85 സെൻറ്റ് സ്ഥലവും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലാണ് നമ്മുടെ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം കണ്ടോ കായ്ക്കുന്ന ഒരു 10-20 നമ്മുടെ തെങ്ങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കവുങ്ങ് ഒരു ഭാഗം മൊത്തത്തിൽ കവുങ്ങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഫുള്ളായിട്ട് കണ്ടോ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തോട്ടം കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്കിതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇതുണ്ടോ മൊത്തം സ്പിൻഡിലും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ ചെടികളും കാര്യങ്ങളൊക്കെ നനയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളും സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണല്ലോ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല കമ്പിവേലിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സൈഡ് ഈ ഒരു വീടാണ്, വീടിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ സപ്പോർട്ടയും കാര്യങ്ങളും പറഞ്ഞ പോലെ എല്ലാ രീതിയിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലോട്ടൊക്കെ മൊത്തം നമുക്ക് അതായത് ഫുള്ള് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇത് വരുന്നത് കേട്ടോ, ചിത്രം വരുന്നത്. ഞാനിനി ജസ്റ്റ് ഈ സൈഡിലോട്ടൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ ഓണർ, അതായത് നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ പാലക്കാട് ടു കാലിക്കറ്റ് മെയിൻ ഹൈവേ റൂട്ടിൽ നമ്മുടെ വേലിക്കാട് എന്നുള്ള ഭാഗത്താണ് ഇത് ലൊക്കേഷൻ വരുന്നത്. അതായത് വേലിക്കാട് നമ്മുടെ LP സ്കൂളുണ്ടല്ലോ, LP UP സ്കൂളുണ്ട്. ഈ സ്കൂൾ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് 85 സെൻറ്റ് സ്ഥലവും നമുക്ക് മുഴുവനായിട്ട് പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമിയുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലാണ് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം. ഒരു 10 സെൻറ്റ് 20 സെൻറ്റൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ സംസാരിക്കാം. അതായത് ഓൾറെഡി ഇവിടെ ലാൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത് 3-3.5 ലക്ഷം രൂപയാണ് പെർ സെൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 2,30,000 രൂപയാണ് പെർ സെൻറ്റായിട്ട് ചോദിക്കുന്നത് കേട്ടോ. അതായത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2,30,000 ചോദിക്കുന്നത്. നോർമലി നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ്. കാരണം ഈ കാണുന്ന വീട് കാണില്ലേ, ഈ വീട് നിൽക്കുന്നത് ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടാണ്. അതായത് ആ ഒരു വീട് മാത്രമേ വ്യത്യാസമുള്ളൂ. അത്രയും അടുത്തായത്, അതായത് ഹൈവേ റോഡിൽ നിന്ന് അടുത്തായത് കൊണ്ടാണ് നമുക്കൊരു റേറ്റ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. 2,30,000 ഓണർ വിലയായിട്ട് ചോദിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഓണറുടെ തന്നെ ഇരുന്ന് സംസാരിച്ച് നെഗോസിയേഷനൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തിനൊക്കെ നമുക്ക് ശരിക്കും ഓരോ ഓപ്പൺ കിണർ കുഴിച്ചാൽ തന്നെ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. അത് എല്ലാ ഭാഗത്തും ഓപ്പൺ കിണറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഓരോ മരങ്ങളിൽ നമുക്ക് അതേപോലെ കുരുമുളകും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആണോ. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ ചെയ്ത് സുഖമായിരിക്കാൻ പറ്റുന്ന താല്പര്യമുള്ളവരാണെങ്കിൽ ഇനി എല്ലാ വല്ല കമ്പനികൾ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ടോ, ഇനി അതല്ലെങ്കിൽ വല്ല ഗോഡൗൺ പർപ്പസോ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് നല്ല സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കാരണം എല്ലാ വണ്ടികളും വരും. നമ്മൾ കണ്ടില്ല, ഫസ്റ്റ് കണ്ടില്ല അവിടെ ലോറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വരില്ല. എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്തിച്ചേരുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാം.